ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ അവസാനത്തെ വീഡിയോ ആണ്, അതായത് 7ാമത്തെ വീഡിയോ ആണ്. ഇത് നമ്മുടെ കൈ പിടിപ്പിക്കുന്നതും സ്റ്റിച്ചിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ ബ്ലൗസ് തയ്യലിൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈസി ആയിട്ട് നമുക്കൊരു ബ്ലൗസ് തയ്ക്കാൻ പറ്റും. കാരണം പിടിപിടുത്ത് തയ്ക്കരുത്, കുറേശ്ശെ മനസ്സിലാക്കി ഓരോ ദിവസവും നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു ബ്ലൗസ് തയ്ക്കാനൊന്നും നോക്കണ്ട. പല ദിവസങ്ങളായിട്ട് പല പാർട്ടും കുറേശ്ശെ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ബ്ലൗസ് തയ്ക്കുന്നത് ഒരു പേടി വരത്തില്ല. കാരണം നമ്മളിപ്പോൾ ആദ്യമേ ബ്ലൗസിൻ്റെ കട്ടിങ്ങിനുള്ളത് മാറ്റി വെച്ചു, അത് കൃത്യമായിട്ട് അളന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ടക്കിടുന്നത്, ഇങ്ങനെ ഓരോ ഭാഗവും നിങ്ങൾ പാർട്ടായിട്ട് നിങ്ങൾ തയ്ച്ച് നോക്കുവാണെങ്കിൽ വളരെ എളുപ്പവുമാണ്, നിങ്ങൾക്ക് പേടിയില്ല ഉണ്ടാകത്തില്ല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ പുതിയതായിട്ട് തയ്ക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ അതാണ് ഞാൻ പല പാർട്ടായിട്ട് ഈ ബ്ലൗസ് നിങ്ങളെ തയ്ച്ച് കാണിച്ചത്. കാരണം നിങ്ങൾക്കിപ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊക്കെ തയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പേടിക്കാതെ കുറേശ്ശെ ഒരു 5-6 ദിവസം എടുത്തോ എന്നാലും വേണ്ടില്ല, ആരുടെയും ഹെൽപ്പില്ലാതെ നിങ്ങൾക്കൊരു ബ്ലൗസ് തയ്ക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾ കണ്ടാലേ. അതുപോലെ തന്നെ നമ്മൾ കൈ പിടിപ്പിക്കുമ്പം വലത്ത് കൈയും ഇടത്ത് കൈയും തെറ്റിപ്പോരാ. കാരണം കൈയുടെ ഫ്രണ്ട് വശം വെട്ടുമ്പോൾ ഇച്ചിരി ശകലം ഒന്ന് കയറ്റി വെട്ടണം രണ്ടിൻ്റെ. അപ്പോൾ നമ്മൾ കൈ പിടിപ്പിക്കുമ്പോൾ അത് നോക്കി വേണം, വലത്ത് വശത്തെ കൈയും ഇടത്ത് വശത്തെ കൈയും വെച്ച് നോക്കണം ആദ്യം തന്നെ ബ്ലൗസിൽ, എന്നിട്ട് വേണം നമ്മൾ തയ്പ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ നമ്മൾ വെട്ടിയ കൈയുടെ കൈക്കുഴി, അതുപോലെ തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ കൈ വെട്ടി മാറ്റിയതും തുല്യമായിരിക്കണം. അല്ലെ കൈക്കുഴിയോ ബ്ലൗസിൻ്റെ കൈ വെട്ടിയതോ കൂടിയും കുറഞ്ഞു ഇരിക്കരുത്, അപ്പോൾ ചുളുക്കം വരും. രണ്ടും കൃത്യമായി വെച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ തയ്ക്കാൻ തുടങ്ങാവുള്ളൂ. അല്ലാതെ തയ്ച്ച് കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചുളുക്കം വരും. നമ്മുടെ കൈ എത്രമാത്രം നമ്മൾ കൈക്കുഴി ഇറക്കി വെട്ടിയിട്ടുണ്ടോ അത്രയും നമ്മുടെ ബ്ലൗസിൻ്റെ കൈക്കുഴിയും വെട്ടിയിട്ട് വേണം നമ്മളത് പിടിപ്പിക്കാൻ. ആദ്യം ഒന്ന് പിടിപ്പിച്ച് നോക്കണം, രണ്ടും ഈക്വലാണോ അല്ലെ രണ്ടും തുല്യമായിട്ടാണോ എന്ന് നോക്കിയതിന് ശേഷമേ നമ്മൾ തയ്ക്കാൻ തുടങ്ങാവുള്ളേ. എന്നിട്ട് വലത്തെ കൈയും ഇടത്തെ കൈയും ശരിക്കും വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു ബ്ലൗസിൻ്റെ തയ്യൽ പൂർത്തിയാക്കാം. പിന്നെ ഇത് അത്ര വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിളാണ് ബ്ലൗസിൻ്റെ കൈ തയ്ക്കുന്നത്. പിന്നെ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ കൈക്കുഴി വലിക്കരുത്. ബ്ലൗസിൻ്റെ കൈ നമ്മൾ വെട്ടിയതും വലിക്കരുത്, അത് രണ്ടും വലിക്കാതെ വേണം നമ്മൾ തയ്ച്ച് വെക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. അതുകൊണ്ട് കഴുത്ത് തയ്ക്കുന്ന പോലെ തന്നെ ശ്രദ്ധിക്കണം, കൈ തയ്ക്കുമ്പോഴും ഒട്ടും വലിക്കരുത്. ശരിക്കും 2 പീസും ജോയിൻ ചെയ്ത് തന്നെ നമ്മൾ തയ്ച്ചു പോകണം. നിങ്ങളെ സംശയങ്ങളൊക്കെ ചോദിക്കണം കേട്ടോ, കാരണം അങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്കത് പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, അത് ഞാൻ പരിഹരിച്ചു തരാം. പിന്നെ ഞാൻ ഈ തയ്ച്ചിരിക്കുന്നത് എൻ്റെ അളവിൽ 36 ഇഞ്ചിൻ്റെ ഒരു ബ്ലൗസാണ്. അപ്പം ഞാൻ ഓരോ പീസിലും 9.5 ഇഞ്ച് വീതം ഇട്ടു, 4 പീസായിട്ട്. അതായത് ബാക്ക് പീസ് 2ആയിട്ട് മടക്കി അത് 9.5, ഫ്രണ്ട് പീസ് 2 9.5 വെച്ച് ഞാൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേന് 38 ഇഞ്ച് 38.5 ഇഞ്ചൊക്കെ വരും. അപ്പം നമുക്ക് ആവശ്യമുള്ളത് 36 ഇഞ്ചാണ്. ബാക്കി തയ്യൽത്തുമ്പായിട്ട് അവിടെ കിടന്നോട്ടെ, വണ്ണം വെക്കുവാണെങ്കിൽ നമുക്ക് അഴിച്ചിട്ടാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇനി വണ്ണം കൂടിയ ഒരാളാണ് 40 ഇഞ്ചോ 42 ഇഞ്ചോ ഒക്കെ വണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടാൽ മതി.
അപ്പോൾ നമുക്ക് 40 ഇഞ്ച് വണ്ണമുള്ള ഒരാളാണെങ്കിൽ ഒരു പീസ് 10 വെച്ച് 4 പീസാകുമ്പോൾ 40 ആയി. അതിൻ്റെ കൂടി ഒരു 4 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പൂടി ഇട്ടു, അപ്പോൾ 44 ഇഞ്ചായില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് തയ്ക്കാൻ പറ്റും. ആരുടെ ബ്ലൗസും നമുക്ക് അങ്ങനെ വണ്ണം കൂട്ടിയിട്ട് തയ്ക്കാം. നിങ്ങൾ ഈ തയ്യലിൻ്റെ 7 വീഡിയോ ഒന്ന് കണ്ട് ശരിക്കും ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളെ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു ബ്ലൗസ് തയ്ക്കാൻ പറ്റും. അത് നോക്കി ഓരോ പാർട്ടും എങ്ങനെ വെട്ടുന്നു, എങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നു, എങ്ങനെ തയ്ക്കുന്നു എന്നെല്ലാം കൃത്യമായിട്ട് നമുക്കിതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ ഒരു ബ്ലൗസ് ഒറ്റ ദിവസം കൊണ്ട് തയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തയ്യൽ സംബന്ധമായ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അതൊന്ന് കയറി കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്യൽ പഠിക്കാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തയ്യലിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നോ ഉപകാരപ്പെട്ടെന്നോ ഒക്കെ തോന്നുവാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ.